അപ്പോ യാതൊരു ഓക്സിജൻ സിലിണ്ടറും വേണ്ട, മയക്ക് വേണ്ട, ഒന്നും വേണ്ട, ഓപ്പറേഷൻ നടക്കുന്നു എന്നാണ്. നേരത്തെ നമ്മള് ചൂട്ടിലെ മറ്റേ തവളനെ പറ്റി പറഞ്ഞല്ലോ, അത് മൂപ്പര് തള്ളി. എങ്കിൽ ഇതെങ്ങനെയാണെന്നറിയോ? മൂപ്പര് ആദ്യേ ഒരു ഇറച്ചി കഷ്ണം കൊണ്ടുവന്നിട്ട് ഈ തുണിയിൽ വെക്കും. ഇറച്ചി കഷ്ണം കൊണ്ടുവന്നിട്ട് പോത്തിറച്ചി കൊണ്ടുവന്നിട്ട് ഈ തുണിയിൽ ഈ പേപ്പറിൽ വെക്കും. എന്നിട്ട് മെല്ലെ ഈ പേപ്പർ അവിടെ വെക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് 10-15 പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്രി കൊണ്ട് പറിച്ചെടുക്കും. കൗമ് വിശ്വസിക്കും മൂപ്പരത് തലീന്ന് എടുത്ത് തന്നെയാണ്. മനസ്സിലായോ? ഇതാണ് തട്ടിപ്പ്. ഈ തട്ടിപ്പ് ഒരു ചാനൽ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുടെ അരികിൽ സന്ദർശകനും വിസിറ്റിംഗ് പ്രൊഫസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആയിട്ടുള്ള ഒരാളെ പറയുന്നുണ്ട്. ഒരു ex-MLA ഉണ്ട്, പിന്നെ ഒരു ex-മന്ത്രി ഉണ്ട്. CM ഇബ്രാഹിം എന്നാണ് പേര്. ആ പേര് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. CM ഇബ്രാഹിം എന്നാണ് പേര്. CM ഇബ്രാഹിം യഹാൻ കർണാടക ഹേ. കർണാടകയിലെ CM ഇബ്രാഹിം ഇവിടെ വരലുണ്ട് എന്ന് ഈ അസ്ലം ബാബയുടെ ഓഫീസ് സെക്രട്ടറി പറയുന്നു. നിങ്ങൾ കേട്ടോളൂ. ஆயிரக்கணக்கான அப்பாவி மக்கள் நோய் தீர வந்தபடி இருக்கிறார்கள். பல பெருந்தலைகளும் புகழ் பெற்றவர்களும் கூட இங்கே வருவதாக சொல்லப்படுகிறது. CK जाफर शरीफ ex-MP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं वो यहाँ आ चुके हैं. CK जाफर शरीफ ex-MP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं वो यहाँ आ चुके हैं. CK जाफर शरीफ ex-MP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं वो यहाँ आ चुके हैं. ഇനി CM ഇബ്രാഹിം അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ബാധ്യത എന്നേക്കാരം ചോദ്യം അല്ലേ? CM ഇബ്രാഹിം ഇവരെ സ്റ്റേജിൽ കയറി മുജാഹിദ് പ്രസ്ഥാനത്തെ ഏറെ വിമർശിക്കുന്ന ആളാണ്. മാത്രമല്ല കാന്തപുരത്തിന്റെ സ്വന്തം ആളാണ്. മാത്രമല്ല CM വലിയുല്ലാഹി എന്നതിലെ CM മൂപ്പർക്ക് ഉണ്ട് എന്നുള്ള ഫضലുണ്ടല്ലോ. അതാരാ പറയാ? കാന്തപുരം തന്നെ പറയട്ടെ. ഒരു കാര്യം. രണ്ടാമത്തത് CM ഇബ്രാഹിം സാഹിബ്. CM എന്നുള്ള ഇനിഷ്യലേ ഒത്തിട്ടുള്ളൂ, ബാക്കി ഇബ്രാഹിം എന്നാ പേര്. അങ്ങനെയാണെങ്കിലും മൂപ്പര് CM വലിയുള്ളാനെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഇപ്പൊ കാന്തപുരം വരെ പ്രസംഗിപ്പിക്കുന്ന ആളാണ് ആര്? CM ഇബ്രാഹിം എന്ന് പറയുന്ന മന്ത്രിയായിരുന്ന വ്യക്തി. ആ മന്ത്രിയായിരുന്ന വ്യക്തി ഇവിടെ സന്ദർശിക്കലുണ്ട് എന്നാണ്. ഒരു സാധു മനുഷ്യൻ ഒരു പോക്കാന്തവള്ളിയും കൊണ്ട് 4 കാശുണ്ടാക്കുമ്പോ അത് ഭയങ്കര പ്രശ്നമാണെന്നറിഞ്ഞ് സ്വകാര്യം മുഴുവൻ വിളിച്ചു പറയുന്ന ആൾക്കാര് ഈ ജാതി വമ്പൻ സ്രാവുകൾ, കോടികൾ വാരുന്ന വമ്പൻ സ്രാവുകളുടെ അടുക്കൽ, അസ്ലം ബാവുമാരുടെ അടുക്കൽ എത്തുന്നു എന്നത് സുഹൃത്തുക്കളെ ഇതിലെ വൈരുദ്ധ്യമായി നമ്മൾ കാണുകയാണ് അല്ലെ? എന്നാ ഇവർ പറയുന്നു അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാനൊന്നും പറ്റൂല, ശരീഅത്തിന്റെ നിയമം പാലിക്കണം എന്നാണ്. ശരീഅത്തിന്റെ നിയമം പാലിക്കണം എന്ന് ഇവരെന്നെ ഇടക്ക് പറയും. എന്താ കാരണം? ഞങ്ങൾ പലതവണ ചോദിച്ചു. താജുൽ ഔലിയ എന്നുള്ള പേരിൽ EK ശംസുൽ ഉലമ എന്ന് നിങ്ങൾ വിളിക്കുന്ന അബൂബക്കർ മുസ്ലിയാരി ഉദ്ഘാടനം ചെയ്ത ജാറം, വേങ്ങരയിലെ ജാറം, ആ ജാറത്തിന്റെ പൊലിമെന്താ അറിയോ? അവിടുത്തെ കറാമത്ത് എന്താ അറിയോ? 95 സുന്നത്ത് മാസികയിൽ ഇവർ എഴുതി മൂപ്പര് മുണ്ടുവക്കി മൂത്രയിച്ച് മഴ പെയ്യിക്കും. മനസ്സിലായില്ല? വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ ഔലിയപ്പാപ്പാന്റെ അടുത്തെത്തി. മഴയില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് അങ്ങോട്ട് മുണ്ടുപൊക്കി മൂത്രമൊഴിച്ചു. അതാ വരുന്നു തകർപ്പൻ മഴ. എന്ത് ജാതി മഴയെന്നറിയോ അല്ലേ? അതാ വരുന്നു തകർപ്പൻ മഴ എന്നാണ്. എന്നിട്ട് അതിന്റെ അടിയിലൊരു സ്വകാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അതിന്റെ അടിയിലൊരു സ്വകാര്യം. എന്താ സ്വകാര്യം? മുണ്ടുപൊക്കി മൂത്രമൊഴിക്കുന്ന സംഭവം വേറെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വട്ടമല്ല പലവട്ടം വേങ്ങർക്കാരത്തെ മൂപ്പരത് കണ്ടിട്ടുണ്ട് അല്ലെ? ഈ കറാമത്ത് സഹോദര, സ്വന്തം ലൈംഗികാവയവം കാണിച്ചു കൊടുത്തിട്ടുള്ള കറാമത്ത് ആരാ അംഗീകരിച്ചത്? അപ്പൊ ഇവരെന്നെ പറയാ അങ്ങനൊന്നും ചെയ്യണോലെ ശരീഅത്തിന്റെ ആൾക്കാരാകൂല. സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ നേരിട്ട് ശരിക്ക് കേൾക്കണം. ഇത് ഇയാൾ പറഞ്ഞത് ഇവരെ വാദാണെങ്കിൽ കേരളത്തിൽ പൊളിക്കണ്ടാത്തൊരു ജാറും ഉണ്ടാവില്ല. ഉണ്ടാകുവോ? പൊളിക്കണ്ടാത്തൊരു ജാറും ഉണ്ടാവില്ല. ഓമാനൂർ ശുഹദാക്കളുടെ പേരിൽ നേർച്ച നടത്താറുണ്ട്. ഓമാനൂർ ശുഹദാക്കളുടെ മാലപ്പാട്ടിലുള്ളത് എന്താ? ഓമാനൂർ ശുഹദാക്കൾക്ക് കീറിയിട്ട വറകിന്റെ കൊള്ളി കൊണ്ട് തല്ലിട്ടി. എന്തിന്? മാളുക്കുട്ടിയമ്മന്റെ അടുത്തേക്ക് ചെന്നീന് എന്നാണ് മാലി തന്നെ എഴുതിയത് അല്ലേ? അങ്ങനെ തല്ല് കിട്ടിയപ്പോ എന്ത് ചെയ്തു? സംഗതി കാറ്റുപോയി. കാറ്റുപോയത് തല്ല് കിട്ടിയത് നമ്മളല്ലാത്ത കൗമിന്റെ അടുത്ത് നിന്നാണെങ്കിൽ
തല്ല് കിട്ടിയത് നമ്മുടെ ആൾക്കാർക്കും ആണെങ്കിൽ പിന്നെ അതിന് ഷഹീദ് എന്നല്ലാതെ പിന്നെ എന്താ പറയാ അല്ലേ? അതിന് ഷഹീദ് എന്നല്ലാതെ പിന്നെ എന്താ പറയാ? അതോടുകൂടെ ഷഹീദായി. ഈ ജാതിയാണ് ഔലിയാക്കളൊക്കെ. അതുകൊണ്ട് ശരീഅത്തിന്റെ ഹുക്മ് പാലിക്കണം എന്ന് അലവി സഖാഫി പറയണ നിങ്ങൾ കേൾക്കി. അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ടും അത് പാലിച്ചുകൊണ്ടുമാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ബന്ധപ്പെടാം. അവരുമായി നമുക്ക് അവരെ പോയി സന്ദർശിക്കുന്നതിന് കുഴപ്പമില്ല. ശരീഅത്തിന്റെ നിയമങ്ങളൊന്നുമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, മറ്റില്ല. അന്യ സ്ത്രീകളുമായി കൂടിക്കലരുന്നു, അന്യ സ്ത്രീകളുമായി തൊടുന്നു, തലോടുന്നു, അവരുമായി കൈപിടിച്ച് മുറിച്ചു, ഇങ്ങനെയുള്ള ബയ്യത്ത് നടത്തുന്നു, ഒട്ടേറെ തെറ്റുകൾ. ഇങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ആളുകളാണെങ്കിൽ അവർ യഥാർത്ഥ ശൈഖല്ല, യഥാർത്ഥ വലിയുമല്ല എന്നാണ് പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ മറുപടി. അപ്പോ ഇത് കേട്ടപ്പോ ഒരു സുഹൃത്തിനൊരു സംശയം. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ, പൊന്നാനിയിലുണ്ടല്ലോ നമ്മളൊരു ബീവി, പൊന്നാനിയിലുണ്ടല്ലോ നമ്മളൊരു ബീവി, എന്താ ബീവിന്റെ പ്രത്യേകത? ഊരും പേരറിയില്ല, മഷൂർ കുറവില്ല. ഊരും പേരൊന്നും അറിയില്ലെങ്കിലും മൂപ്പത്തിയാർക്കും മഷൂറിന് കുറവൊന്നുമില്ല. ഇത് ആണാണോ പെണ്ണാണോ, ഇത് മുസ്ലിമാണോ മുസ്ലിം അല്ലാത്തതാണോ എന്നുവരെ തിരിച്ചറിയാൻ കഴിയാതെ ചീഞ്ഞളിഞ്ഞ ശവമായിരുന്നുവെന്ന് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട് ഇവരെ പ്രസിദ്ധീകരണത്തിൽ. ഈ സുഹൃത്ത് ചോദിച്ചു, അപ്പോ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതോടുകൂടെ മുസ്ലിയാരെ കോലം മാറി. കാരണം ഈ വാചകം വെച്ച് മൊനമ്പണ് തള്ളിയാൽ മുഴുവൻ തള്ളേണ്ടി വരും. ഒന്നും അഡ്രസ്സില്ല അല്ലേ? ഒരു ചാരം തന്നെ പല സ്ഥലത്ത്. അപ്പൊ എന്താ ഇത്? മയ്യത്ത് മറവീണിന്റെ മുമ്പ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് കൊണ്ടേ മറവിയല്ല തന്നെ ഒരു സാധനം തന്നെ പലയിടത്തുണ്ടാകാന്. സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ചോദ്യവും മുസ്ലിയാരുടെ ഉത്തരവും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോൾ ഈ ശരീഅത്ത് നിയമം ജീവിതത്തിൽ പകർത്തുന്നവരെ ആണ് അംഗീകരിക്കാൻ പാടുള്ളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പുതുവല്ലാടി മൊനമ്പത്തെ ബീവി എന്ന പേര് അറിയപ്പെടുന്ന ആ സ്ത്രീ എവിടെയാണ്, ഏത് നാട്ടുകാരിലാണ്? എന്റെ അറിവാണ് മുസ്ലിമാണോ എന്ന് പോലും തെളിയിക്കപ്പെടാനുള്ള ഒരു മാധ്യമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയണോ? ഞാൻ അതാണ് അറിയാൻ പറ്റുന്നത്. അവരുടെ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ അത് വലിയ മഹത്വമുള്ള സ്ത്രീയാണെന്ന് എന്താണ് തെളിവ്? ഈ പറഞ്ഞ മാനദണ്ഡം ആ സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാൻ പറ്റണം. അവരുടെ നാട്, അവരുടെ കുടുംബം, അവരുടെ ജീവിത സിറ്റുവേഷൻ അതൊന്നും ഇതുവരെ ലഭ്യമല്ല. എന്റെ അറിവില്ല, തോന്നുന്നു എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം നൽകാം. മഹാനായ അബ്ദുൽ വഹാബ് ഷഹറാനി ഇമാമ് ഒരു ഉപമ പറയുന്നു. ചില ആളുകളെ കുറിച്ച് മഹാത്മാവാണോ അല്ലേ എന്ന് നമുക്കറിയുന്നില്ല. പക്ഷേ ആ മഖ്ബറയിലേക്ക് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ഖൈറു സ്വലാഹിന്റെ ആളുകൾ അവർ അവിടെ വല്ലാതെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ല. അവരെല്ലാവരും അവിടെ സിയാറത്ത് ചെയ്ത് വരുന്നുമുണ്ട് എങ്കിൽ ആ മഹാത്മാവാണ് എന്നതിന്റെ തെളിവാണത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. കഴിച്ചിലായി അല്ലെ? മൂപ്പര് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടും കൂടി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? പക്ഷേ ഈ വിവരം നമ്മളെ പേരോട് അറിഞ്ഞിട്ടില്ല. പേരോടിന്റെ ഉസ്താദ്, സാക്ഷാൽ പൊന്മള ഉസ്താദ് ഇതേ വിഷയം പറയുന്നുണ്ട്. ഈ പറഞ്ഞ വിഷയം വെച്ച് നന്നായി നാദാപുരത്ത് വെച്ച് ഹുസൈൻ സൽഫിക്ക് അശിക്കിയപ്പോ അവസാനം മൊനമ്പത്തി ബീവിനെ കൈവിടലല്ലാതെ വേറെ നിർവാഹല്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായി. മൂപ്പര ഒറ്റ പൊട്ടിക്കല. എന്താ? മൊനമ്പത്തെ ജാറ് നമ്മളെ ജാറാണോ? അല്ല. അപ്പൊ ഈ പറഞ്ഞതോ, ഷഹറാനി പറഞ്ഞതോ, അലവി സഖാഫി പറഞ്ഞതോ, പൊന്മള ഉസ്താദ് പറഞ്ഞതോ? സുഹൃത്തെ, ഇതാണ് നുണ പറഞ്ഞാൽ നുണകൾ ഇങ്ങനെ വൈരുദ്ധ്യം അടിച്ചുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത്, ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. മൊനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? അല്ല. എന്നിട്ട് ഒരു മൂപ്പര് പൊപ്പിക്കുന്നുണ്ട്. വെള്ളത്തിൽ ചാടി മരിച്ചാക്ക് പ്രത്യേകം മാത്രമുള്ളതുകൊണ്ട് ചിലപ്പോ പോകാം എന്നെന്തോ നമ്മളെ അത് പിടിക്കുന്ന കണ്ടപ്പോ ഒരു ഒപ്പിക്കുന്നുണ്ട്. ഒപ്പിച്ച ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഏതാണെങ്കിലും ഇപ്പൊ ഒരു കാര്യം കിട്ടി. ശരീഅത്തിന്റെ നിയമം പാലിക്കാത്ത ആളുകളെ തള്ളണം എന്നാണ് ഇവിടെ വന്നത് അല്ലേ? അലവി സഖാഫി അങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചാലും പേരോട് സഖാഫിയാണല്ലോ മൂത്ത്, സ്വാഭാവികമായിട്ടും തള്ളണം എന്നാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തള്ളല് തുടങ്ങുക, ഒരു തലക്കെന്ന് തുടങ്ങുക. ഏതാ? നിങ്ങൾ നോക്ക്, CM വലിയുള്ളാഹി എന്ന് പറഞ്ഞ 2 കൂട്ടർ അംഗീകരിക്കണ ജാറ മാത്രല്ല, തല്ലും പിടിയാണ്. ഓരോ ആണ്ട് നേർച്ച നടക്കുമ്പോഴും തല്ലും പിടിയും. ജാറത്തിലെ യഥാർത്ഥ അവകാശികൾ EK ഗ്രൂപ്പാണ്. കാന്തപുരത്തിന് ബോഡി കിട്ടിയില്ല. ബോഡി കിട്ടാതിരുന്നപ്പോ കാന്തപുരം എന്ത് ചെയ്തോ, അതിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു സ്ഥാപനം ഉണ്ടാക്കി തൊട്ടുപ്പുറത്ത്. ചെല്ലുന്ന ആള് വിചാരിക്ക ഇതാണ് CM വലിയുള്ളാഹിന്റെ
പിന്നെ ജാറെന്നുള്ള നിലക്ക് പൈസ കൊടുക്കേണ്ട കേന്ദ്രം എന്നാണ്. എല്ലാവരും അവിടെ പൈസ കൊടുത്തു പോരും. EK ഗ്രൂപ്പുകാർ അവരിങ്ങനെ ഈ പിന്നെ ചെലവില്ലാത്ത കച്ചവടക്കാരന് ഈച്ചനായിട്ടിരിക്കണ മാതിരി ഇരിക്കുകയും ചെയ്യും. നിർവാഹമില്ലാതെ അവസാനം ഇവരൊരു മതില് കെട്ടി ഇതിനെ സംരക്ഷിച്ചു എന്നാണ്. ആ ക്ലിപ്പും കാര്യമുണ്ട്, ഞാനത് ഇപ്പോ കേൾപ്പിക്കണില്ല. ഏതാണെങ്കിലും നമുക്ക് നോക്കാം, നിസ്കരിക്കാതിരിക്കൽ ശരീഅത്തിന് വിരുദ്ധാണോ അല്ലേ? നിങ്ങൾ പറയും, നിസ്കരിക്കാതിരിക്കൽ ശരീഅത്തിന് വിരുദ്ധാണോ അല്ലേ? CM വലിയുള്ളാഹി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നൊരു വാർത്ത കേട്ടപ്പോ ആരോ ചെന്ന് ചോദിച്ച്, എന്ത് നിങ്ങൾ നിസ്കരിക്കലില്ലേ? അപ്പോ ഉണ്ടായ സംഭവം ആദ്യം മൂപ്പര് പാടിയിട്ട് പറയും ഒരാള്, പിന്നെ ഓലെന്നെ വിശദീകരിക്കും. നിങ്ങൾ കേട്ടോളി. എന്നാൽ മറ്റൊരു സംഭവം, ഒരു ദിനമാനത്തിലടുത്തിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കെല്ലാ നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. അന്നേരം കൈപ്പത്തി മലർത്തിട്ടങ്ങോ കാട്ടിയ നേരത്തെ ആക്കരമിൽ കാണുന്നൊരു പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത നിസ്കാരം അത് മയ്യോ മുമ്പിൽ ഇമാമത്ത്. അക്കഥ കണ്ടു മുതൽ നിസവർക്കും വന്നുടനന്ന് സലാമത്ത്. കയ്യു വലിച്ചെന്ന് പിന്നെ കാഴ്ച മറിഞ്ഞങ്ങ് എല്ലാ കഴിവ് കറാമത്തുള്ളവരല്ലേ. കശ്മുടയോല ശിവത്തിതുമല്ലേ ഉരുളിക്കുന്ന മുതൽ നിസായെ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനമാണ് നിറത്തിലടുത്തിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ലാ നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. മടവൂർ ശൈഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മോയിൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മോയിൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ CM അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കും. അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കാൻ കിടക്കുന്ന കട്ടിലിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മദീന പള്ളിയിലേക്ക് പോയ ചരിത്രമില്ലേ? തിരുനബി ചോദിച്ചു, എന്റെ ഉമ്മത്ത് നമസ്കരിച്ചോ? ആളുകൾ പറഞ്ഞു, ഇല്ല നബിയെ, അവർ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് നിങ്ങൾ വെള്ളമെടുക്കൂ, ഞാൻ ഒളൂ ചെയ്യട്ടെ. തിരുനബി ഒളൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോ പിന്നിലേക്ക് മറിഞ്ഞു വീണു. ബോധം വീണ്ടും നഷ്ടപ്പെട്ടു. സ്വഹാബത്ത് പിടിച്ചു കടത്തി. വീണ്ടും അദ്ദേഹത്തിന് ഉണർവ് വന്നപ്പോൾ ആ പ്രവാചകൻ വീണ്ടും എഴുന്നേറ്റ് ഒളൂ ചെയ്യാൻ ശ്രമിച്ചു. 2-3 തവണ ശ്രമിച്ചപ്പോഴും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ സ്വഹാബത്തിന് ഇമാമത്ത് നിന്നുള്ള നമസ്കാരം എന്റെ ജീവിതത്തിലെ അന്ത്യ നമസ്കാരങ്ങളായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ലോകത്തിന്റെ റസൂല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നേതൃത്വം നൽകി നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുവെങ്കിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായവർ നമസ്കരിക്കുമ്പോ തിരുനബി ബോധമില്ലാതെ കിടക്കുകയാണ്. അള്ളാന്റെ പ്രവാചകൻ മക്കത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവാചകൻ വേറെ പ്രവാചകന്റെ ജസദ് നമസ്കരിച്ചതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും കഴുത്തിൽ തൂങ്ങിയിട്ട് അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മരണക്കട്ടിലിൽ നിന്ന് മദീന പള്ളിയിലേക്ക് നടന്നൊരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ ഇങ്ങനെ തോളിൽ തൂങ്ങിക്കിടന്നിട്ട് പ്രവാചകൻ തിരുമേനിയുടെ കാല് മണ്ണിലൂടെ വലിച്ചിട്ട് തള്ളാൻ വിരലിന്റെ പാട് മണ്ണിൽ കാണായിരുന്നു എന്നാണ്. ആ തിരുനബിയെക്കാളും വല്ല ശൈഖാണോ നിങ്ങളുടെ ശൈഖ്? തിരുനബിയുടെ സ്വഹാബത്ത് വേദനയോട് കൂടെ പലതവണ അവര് യുദ്ധമുഖത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധമുഖത്ത് വരെ ശത്രുവിന്റെ മുന്നിൽ ഈ സ്വഹാബത്ത് നിസ്കരിക്കുന്ന സ്വഹാബത്തിന് കാവൽ നിന്ന് പ്രവാചകന്റെ സ്വഹാബത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലെ? എന്നിട്ട് പറയാ മുപ്പരിങ്ങനെ കൈവെള്ള കാണിച്ചു, അപ്പണ്ട് മക്കത്ത് ഇങ്ങനെ നിസ്കരിക്കണ്. അല്ലെങ്കിൽ ഔലിയാക്കളെ കഥയില് മക്കത്തെ ശേഖന് നിസ്കാരം തന്നെ പണി, ഇവിടുത്തെ ശേഖന് നിസ്കാരമല്ല, നോമ്പൂല്ല, തീറ്റാക്കുടി തീറ്റാക്കുടി തീറ്റാക്കുടി. നമ്മള് ഡ്യൂട്ടി ഒന്ന് മാറ്റുക. എന്താ മക്കത്താക്ക് ഇഞ്ഞ് കുറച്ചാലുണ്ട് പിന്നെ തിന്നാനും കുടിച്ചാനും കൊടുക്കാം, അവിടെ ഉണ്ടല്ലോ ഏതായാലും ഒന്ന്. ഇവിടുത്തെ ആൾ നിസ്കരിച്ചട്ടെ, അപ്പൊ കാണങ്ങളെ ശേഖന്റെ കഥ അല്ലെ? അപ്പൊ കാണങ്ങളെ ഔലിയാക്കളെ കഥ. സുഹൃത്തുക്കളെ, അപ്പൊ നിസ്കരിക്കാത്ത ഔലിയാക്കൾ ഇതുവരെ തട്ടണ്ടേ? ഇത് മുതൽ സർവം തട്ടേണ്ട ഗതികേടിലാണ്. അള്ളാന്റെ നിയമം ഏതായാലും ഇവർ പാലിക്കൂല, അവർ ഔലിയാക്കള്. നഞ്ഞി ലോകത്ത് ഭൂമിയില് ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം പാലിക്കാത്ത ആളെ CM വലിയുള്ള എന്നാണ്. ഒരു ദിവസം രാത്രി മുപ്പര് യാത്ര ചെയ്യുമ്പോ പോലീസുകാർ ഉപ്പരെ കാറിന് കയ്യാട്ടി നിർത്തിയില്ല. നിർത്തണമെങ്കിൽ ഇത് പോലീസാണ് എന്നുള്ള കോമൺ സെൻസ് വേണ്ടേ?
കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഔലിയാക്കളായിട്ട് നിങ്ങൾ കൊണ്ടെടുക്കൂലല്ലോ. അങ്ങനെ പോയി അവസാനം ഫറൂഖ് ഇവര് വയർലെസ് സന്ദേശം കൊടുത്ത് ഫറൂഖ് പാലത്തിന്റെ അടുന്നോ മറ്റോ പോലീസുകാരെ മുന്നിലേക്ക് ചാടി. അപ്പൊ വണ്ടി നിർത്തിയ CM പറഞ്ഞു മാറണം, മാറിയിട്ടില്ലെങ്കിൽ കൊല്ലും. ഒരു ഇന്ത്യൻ പൗരൻ പറയേണ്ട വർത്താനം അത്. സ്വന്തം വണ്ടിയിലൊന്നുമില്ല, മയക്കുമരുന്നും മാഫിയില്ല എന്ന് ധൈര്യമുള്ള ആൾക്ക് പോലീസുകാരെ മുന്നിൽ തുറന്നിട്ടെടുത്തൂടെ അല്ലേ? അപ്പോ അവസാനം പോലീസുകാർ മാറിക്കൊടുത്തു. പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. വലിയ കാര്യം തന്നെ, തോന്നിയാസം ചെയ്തത് പത്രത്തിൽ വന്നത് വിളിച്ചു പറയണത് അല്ലേ? നോക്ക് നിങ്ങൾ, ഇയാള് കാന്തപുരൻ തന്നെ CM-നെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അതുകൊണ്ട് തന്നെ ദുനിയാവിന് ഒരു മഖ്ലൂക്കിനെയും അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. ഒരു മഖ്ലൂക്കിനെയും ഈ ദുനിയാവിന്റെ മുകളിൽ പേടിയുണ്ടായിരുന്നില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരിക്കൽ പത്രത്തിലൊക്കെ വന്നതാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കാറ് കൈയാളിച്ച CM വലിയുള്ളാന്റെ കാറ്, അവര് സഞ്ചരിച്ച കാർ ആരോ കള്ളന്മാര് ഒറ്റ കൊടുത്ത് എന്തോ പണവുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്ത്. പോലീസുകാരെ ചുമതലയാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കൈ കാണിച്ചു, പക്ഷേ നിർത്തിയില്ല. കാറ് നിർത്താതെ പോന്നു. മീൻചന്ത പോലീസ് സ്റ്റേഷനിൽ എടുത്തെത്തിയപ്പോ ഒരു 5-10 പോലീസുകാർ ഒന്നായിട്ട് റോട്ട് മുന്നിൽ നിന്നിട്ട് കാറ് തടുത്ത് നിർത്തി. എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങളെ കാറ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ധൈര്യത്തോടുകൂടി പറഞ്ഞു, റോട്ടിൽ നിന്ന് മാറണം, റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ്, നിങ്ങൾ തടഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ കാറ് കയറ്റിയിട്ട് കൊല്ലും, ഉടനെ മാറിക്കുമെന്ന് പറഞ്ഞു. 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 ശരീരത്തിൽ കാറ് കയറ്റിയിട്ട് കൊല്ലും അല്ലേ? ഇത് ഒരു ഔലിയ പറയണ വർത്താനാണത്. അള്ളാന്റെ നിയമം നിസ്കാരം നോമൊന്നുമില്ല, ഈ നാട്ടിലെ നിയമങ്ങളും പാലിച്ചൂടെ? പക്ഷെ പേരോട് പറയണ അങ്ങനെയല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ നിയമമൊക്കെ പാലിക്കുന്ന ആൾക്കാരാണ് കേട്ടോളി. ഈ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കുന്ന ഭീകരവാദികളല്ല, ഈ രാജ്യത്തിന്റെ നിയമത്തെ പൂർണ്ണമായി അംഗീകരിച്ച് ജീവിക്കുന്ന സമാധാനകാംക്ഷികളാണ്. ആണ് നമുക്ക് മനസ്സിലായി CM വലിയുള്ളാഹിനെ കണ്ടപ്പോ അല്ലേ? സുഹൃത്തുക്കളെ, ഈ ജാതി ഔലിയാക്കളെയാണ് ഇവര് കൊണ്ടെടുക്കുന്നത്. കല്യാണം മുടക്കണ ഔലിയപ്പാപ്പയാണ് CM വലിയുള്ളാഹ് എന്നാണ്. കല്യാണത്തിന്റെ ചെമ്പൊക്കെ റെഡി. മൂപ്പരനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുസ്ലിയാര്, ഒരു ബുഖാരി തങ്ങളെന്നാണല്ലോ മൂപ്പര പേര്. അങ്ങനെ മൂപ്പര് വിശദീകരിക്കാണ്, കല്യാണത്തിന്റെ എല്ലാ കാര്യവും റെഡി. CM വലിയുള്ളാഹിനോട് കല്യാണം പറയാൻ പോയപ്പോ മൂപ്പര് പറഞ്ഞ് ആ കല്യാണം വേണ്ട. അപ്പൊ ഉണ്ടാക്കി വെച്ച ചോറോ അല്ലേ, ചെലവാക്കിയതോ ഓലോട് എന്താ പറയാ? ഓലോട് ഞങ്ങളിനി ഇല്ലാന്ന് പറഞ്ഞാ മതി എന്നാണ്. നോക്കി നിങ്ങൾ, കല്യാണം മുടക്കണ ഔലിയപ്പാപ്പാനെ കണ്ടോളി. അലി മുസ്ലിയാരുടെ കല്യാണം നിശ്ചയിക്കപ്പെട്ടു, പന്തലിൽ അരങ്ങേറുകയാണ്. അലി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അഹമ്മദ്, ഹസൻ, കോയട്ട് മുസ്ലിയാരുടെ മക്കളുടെ പേരാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, സ്വഹാബത്തിന്റെ അല്ല. കോയട്ട് മുസ്ലിയാർ എഴുത്തച്ചൻകണ്ടി, പറമ്പിൽ ബസാർ EK എഴുത്തച്ചൻകണ്ടി. അവരുടെ മൂത്ത മകനാണ് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. അവരുടെ നേരെ അനുജനാണ് ഷെയ്ഖ് ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. അവരുടെ അനുജനാണ് ഉസ്മാൻ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അലി മുസ്ലിയാരുടെയോ ഉസ്മാൻ മുസ്ലിയാരുടെയോ കല്യാണം നിശ്ചയിക്കപ്പെട്ടു. CM വലിയുള്ളാഹിയോട് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. പറമ്പക്കടവ സിയ പറമ്പക്കടവ അറിയപ്പെട്ടതായിരിക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഈ ലോകത്തോട് വിട പറഞ്ഞ് അതേ കൂടി കല്യാണം ക്ഷണിക്കാൻ വേണ്ടി CM-ന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, കല്യാണമൊക്കെ ഉറപ്പിച്ച് പന്തലിന്റെ ചെമ്പിന്റെ ശബ്ദം, കലകല, ചട്ടകത്തിന്റെ ഇളക്കം, ഉള്ളി വെട്ടുന്നൊരു ഭാഗത്ത്, പന്തലൊക്കെ റെഡി, പറച്ചിലൊക്കെ അവസാനിച്ചിട്ട് കല്യാണം ഞാൻ ആരും പറയാനും ക്ഷണിക്കാനും ബാക്കിയില്ല. CM വലിയുള്ളാഹിനെ ക്ഷണിക്കാനുള്ള ചെന്നു കല്യാണത്തിന് വരാൻ വേണ്ടി. കല്യാണമുണ്ടല്ലേ എന്നാണ് ഉദ്ദേശം.
എന്നാൽ അത് വേണ്ട എന്ന് വെച്ചാളി എന്ന് പറഞ്ഞു. അത് വേണ്ട, അവനുമായുള്ള ബന്ധം വേണ്ട. എന്താ ഇപ്പൊ പറഞ്ഞ വാക്ക്? പന്തലരങ്ങേറിയിക്കണ്, വിളിക്കലൊക്കെ കഴിഞ്ഞിക്കണ്, അരിച്ചാക്ക് കൊടുന്ന് കുത്തി നെയ്യ് കൊടുന്ന് പണ്ടാരികളൊക്കെ വന്ന് അതിൻ്റെ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതം? തിരിച്ചു പറയുകയെ പത്രത്തിൽ കൊടുക്കുകയെ അവരോടെന്ത് പറയും? ഇവർ ഗുളികയൊക്കെ തൊള്ളയിലിടാൻ തുടത്തി. അറ്റാക്കിൻ്റെ ഗുളിക, ആർട്ടിടിപ്പിനുള്ള ഗുളിക, വെള്ളം പറ്റിയതിനുള്ള ഗുളിക, ഇതൊക്കെ ഇങ്ങനെ കുടിക്കാൻ തോന്നും. അവസാനം ഇവർ തല വന്ന് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഒരു വിഭാഗത്തിനോട് കല്യാണം ഉറപ്പിച്ച് അവരോട് ഞങ്ങൾ എന്ത് മറുപടി പറഞ്ഞു? ഞങ്ങളത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു, എത്രമാത്രം പറഞ്ഞാൽ മതി എന്നറിയും. അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്ന് വിവരം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് രണ്ട് വാക്ക്. ഒരു പ്രയാസം മൂപ്പർക്ക് പറയാനുണ്ടായില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മൂപ്പർക്ക് എങ്ങനെ പ്രയാസം ഉണ്ടാകുക? ഒന്ന് മൂപ്പരെ സ്വന്തം കുട്ടിയോ മോളോ ഒന്നും അല്ല, രണ്ട് അന്തം ബുദ്ധി അതും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഉണ്ടാകുക? ഇനി ആ കല്യാണം കഴിക്കുന്ന ചെക്കന് കുറെ കുഴപ്പമുണ്ടായിരുന്നു, അയാൾ ഇസ്ലാമിന്റെ പുറത്താണ്, അയാൾ വഹാബിയാണ് എന്നുള്ളതൊക്കെയാണെന്ന് വെച്ചോളിങ്ങള്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞൂടെ? ഔലിയപ്പാപ്പല്ലേ ഒക്കെ നേരത്തെ അറിയില്ലേ? അത് പറയേണ്ട ബാധ്യതല്ലേ? അത് പറഞ്ഞിട്ടില്ല. എന്നാലോ സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ഔലിയാക്കൾ കല്യാണം മുടക്കിയാൽ ഇവർക്കൊരു തകരാറില്ല. പൊന്മള പറയാ, വടകര ത്വരീഖത്തിന്റെ മൂപ്പര് കല്യാണം മുടക്കി, ആക്ഷേപവും. ഞാൻ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ? ഇവര് ഒരു സ്വന്തം കാര്യെത്തുമ്പോ കാലുമാറുന്നത് 2-3 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പൊന്മള മുസ്ലിയാര് ഒരു കല്യാണത്തിന്റെയും ഒരു തൊലാഖിന്റെയും വടകര തങ്ങളുടെയും കഥ പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ നേരിട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. ഇതിൽ എൻ്റെ ഒരു അനുഭവം തന്നെ ഉണ്ട്. ഈ തരീഖത്തിൽ നിന്ന് രാജിവെച്ച ഒരാള് എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഈ തരീഖത്തിൽ കുറെ കാലം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ രാജിവെക്കാൻ ഒരു കാരണം ഉണ്ടായി. എന്റെ മകളെ ഞാൻ കെട്ടിച്ച് മരുമകനായിട്ട് ഞാൻ ശൈഖന്റെ അടുത്ത് കാണാൻ ചെന്നു വെള്ളിയാഴ്ച ദിവസം. ഇയാളിനോട് നേരെ പറഞ്ഞതാ, ഇലാവാസിത്ത. കാണാൻ ചെന്നപ്പോ മകൻ ഗൾഫ് പോണ ആളാ, ഓനെ ഇങ്ങനെ ജുമായും കാര്യമൊക്കെ വേണമെന്നുള്ള ബോധമുള്ള ആളുവാ. എന്തു ചെയ്തു? ജുമാന്റെ നേരായി തുടങ്ങിയപ്പോ ഈ മരുമകൻ ജുമാക്കോയി. ജുമാക്കോയ നേരത്താണ് ഈ ഷെയ്ഖ് ഇയാളെ വിളിക്കുന്നത്. മരുമകനെ എവിടെ ചോദിച്ചു? മരുമകൻ ജുമാക്കോയി. അത് ശരി, ഓ അപ്പൊ ഇവിടെ കൂടാൻ പറ്റാ, ജുമാക്ക് പോയില്ലേ, എന്നാ ആ മരുമകൻ വേണ്ട, ആ മരുമകൻ നമുക്ക് വേണ്ട പറഞ്ഞു. ഇയാള് ഷെയ്ഖല്ലേ, ഷെയ്ഖ് പറഞ്ഞപ്പുറം വല്ലതും ഉണ്ടോ? ആ ഒരൊറ്റ കാരണം കൊണ്ട് നിർബന്ധപൂർവം ഈ മരുമകനെ കൊണ്ട് നിർബന്ധപൂർവം തലാഖ് ഇല്ലിച്ചു. ഇയാളിനോട് നേരെ പറഞ്ഞതാ. എന്തേ കുറ്റം ഇയാൾ ചെയ്തത്? ജുമാക്ക് പോയി എന്നെ കുറ്റം. അതാണ് 10 രീഖത്തിന്റെ കോലം നിറ സാമ്പിൾ എന്ന് പറഞ്ഞ. അങ്ങനെ ഒരുപാട് ഇതിലൊക്കെ പറയണ്ടേ, ഒരുപാട്. ഇത് പറഞ്ഞപ്പോ തന്നെ എങ്ങനെയായി? ഒരുപാടും കൂടി മൂപ്പര് പറഞ്ഞാല് അല്ലേ? സുഹൃത്തെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇതാരെയും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറയല്ല. നേരെ മറിച്ച് സ്വന്തം തട്ടകത്തിലും സ്വന്തം കൂട്ടത്തിലും എത്തുമ്പോ ഇതൊക്കെ കോലം തിരിയുകയാണ്. എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയാണ് അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഔലിയാക്കളെ നിന്ദിക്കുന്നു എന്നുള്ള ആ പ്രശ്നം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെയുള്ള പ്രശ്നം. എന്നാൽ ഇവര് ഔലിയാക്കെതിരെ കേസ് കൊടുത്ത പാർട്ടിയാ. എന്താ സംഭവം എന്നുള്ളത് ഒരു മുസ്ലിയാരെ വിശദീകരിക്കുന്നുണ്ട്. പണ്ടുണ്ടതിന് ആൾക്കാര് കളരിയും കരാട്ടിയൊന്നും പഠിക്കലായിരുന്നില്ല. പിന്നെ ഓരോ നല്ല മൊഹീദ്ദീൻ തല്ലും. അങ്ങനെ വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് കച്ചറുണ്ടായപ്പോ കുറെ ആളുകള് യാ ഷെയ്ഖ് യാ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞ് തച്ചൂന്നാണ് കഥ. പെട്ടെന്നാണ് പോലീസ് വാഹനം വരുന്നത്. പോലീസുകാർ വരുമ്പോ കേൾക്കുന്നത് മൊഹീദ്ദീൻ എന്നാണ്. അപ്പൊ പോലീസ് വിചാരിച്ച് ഈ മൊഹീദ്ദീൻ ആയിരിക്കും ഈ ഗുണ്ടാസംഘത്തിന്റെ നേതാവ് എന്ന്. പോലീസ് വന്നിട്ട് ചോദിച്ച് ആരുടെ മൊഹീദ്ദീൻ? നേരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴും പിടികിട്ടാപ്പള്ളിയായി മൊഹീദ്ദീൻ ഷേഖ് ആ പോലീസ് സ്റ്റേഷനിൽ ജീവിക്കുന്നു എന്നാണ് മുസ്ലിയാർ പറഞ്ഞതിന്റെ ചുരുക്കം. നേരിട്ട് മുസ്ലിയാരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പഴയ കാലത്തൊക്കെ മുസ്ലിംകൾക്ക് ആവേശം കിട്ടാൻ കാരണം എന്താ? കളരിയും കരാട്ടിയൊന്നും അല്ല. അവർ പറയും ചെറുപ്പക്കാര് കളരിയും കരാട്ടിയൊക്കെ പഠിക്കുമ്പോ കാരണവന്മാർ പറയും എന്റെ കളരിയും കരാട്ടിയൊക്കെ അവിടെ നിൽക്കും, ഞാനൊരു മൊഹീദ്ദീൻ തല്ല് അങ്ങ് തച്ചാല്. ഏതാ മൊഹീദ്ദീൻ തല്ല്? ഇത് കളരിയുടെ 19ാമത്തെ അടവല്ല, ഒന്നുണ്ട് 18 അടവും പമ്പരം കണക്കുകളും. അത് കഴിഞ്ഞാൽ പിന്നെ 19ാമത്തെ അടവ്. അതേതാണ്? മടക്കി കുത്തുക, ചെരിപ്പൂരി കൈ പിടിക്കുക, പിന്നെ ഒരൊറ്റ ഓട്ട് വിടുക. ഇതാണ് 19ാമത്തെ അടവ്.
അതല്ല മൊയ്തീൻ ഷെയ്ഖിന്റെ അടി. അതിങ്ങോട്ട് അടുത്തു ഒറ്റ അടിയാ. അതിൽ ഓസുല്ലാതെ ശക്തി ഉണ്ടാവുന്ന പറഞ്ഞു കേൾക്കുക. വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് പോലെ മുതി ഷെയ്ഖിന്റെ പേരിൽ കേസ് എടുത്തിട്ട് അവിടെ തമ്മിലെന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അങ്ങോട്ട് അറിയുമ്പോലും ആളുകൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് അബ്ദുൽ ഖാദിർ അങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞു. പോലീസുകാർ ഇങ്ങോട്ട് വന്നു നോക്കുമ്പോ എല്ലാവരും വിളിക്കുന്ന പേര് മൊയ്തീൻ എന്നാണ്. ഉടനെ ഒന്നാം പ്രതി മൊയ്തീൻ. ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ആരെയും. കാരണം അവിടെ പിടുത്തം കിട്ടാൻ ഈ കോലത്തിൽ പഴയ തലമുറയിലെ ആളുകൾക്ക് ഔലിയാക്കന്മാർ വിളിക്കുമ്പോൾ സഹായത്തിനെത്തിയിരുന്നു. നമുക്ക് വിശ്വാസമില്ലാതെ പോയി. അത് മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ കേസ് കൊടുക്കാൻ കഴിഞ്ഞത് SSFന്റെ കുട്ടിയൊക്കെ തന്നെയാണ് അല്ലെ, വേറെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടോ പിടികിട്ടാപ്പള്ളി ദാവൂദ് ഇബ്രാഹിം പിടികിട്ടാപ്പള്ളി, പിന്നെ വേറെ ഏതോ കുറെ ആൾക്കാർ പിടികിട്ടാപ്പള്ളി. ആ കൂട്ടത്തിലെ ഇന്ത്യയിൽ ഇപ്പോൾ പിടികിട്ടാപ്പള്ളിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സർക്കാർ പ്രസിദ്ധീകരിച്ച അതിലുണ്ടാകും മൊഹീദ്ദീൻ ഷേഖാന്നാണ്. ഇതിലേറെ ഒരാളെ നിന്ദിക്കൽ സുഹൃത്തെ എങ്ങനെയാണ് അല്ലേ? സുഹൃത്തെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരൊറ്റ പോയിന്റും കൂടെ ഞാൻ പറയാം. എന്താ അറിയോ, ഇവർ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറികടക്കുന്ന ആളാണ്. അള്ളങ്ങനെ ഇവരെ ഔലിയാക്കൾ പറഞ്ഞാൽ കേൾക്കണം. ഒരു സർക്കാർ ഓഫീസിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലുണ്ടാകും വട്ടത്തിലുള്ള ഒരു ബെല്ല്. ആ ബെല്ലിൽ മൂപ്പര് അടിച്ചാൽ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണ പ്യൂണ് തലയും ചൊറിഞ്ഞ് ഇങ്ങനെ വന്ന് എന്താ സീർന്ന് ചോദിക്കണം. സമസ്തക്കാരെ അള്ളാഹുവിനെ സംബന്ധിച്ച് മാലകളിൽ നിന്ന് വായിച്ചാൽ തോന്നുക ഇതാണ്. എന്താ, ഔലി എങ്ങനെയാണ് ബെല്ലടിക്കും, അപ്പൊ പടച്ചോ അങ്ങനെ തല ചൊറിഞ്ഞു വരണം അല്ലേ? നിങ്ങൾ നോക്ക്, മാലകളിൽ കാണാം, പുതിയ മൊഹീദ്ദീൻ മാലയിൽ കാണാം ഒരു കഥ. എന്താ കഥ മറ്റൊന്നുമല്ല, മുരീദിന്റെ ആരോ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോ ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് മലക്കൽ മൗത്തി എന്റെ ഇന്ന ആളുടെ റൂഹുമായി പോയിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. മൂപ്പരിങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കൊട്ടയില് റൂഹായിട്ട് അന്ന് പിടിച്ച മൊത്തം റൂഹായിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചു വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മലക്കിനെ സംബന്ധിച്ച ഒരു വിശ്വാസം മത്തിക്കച്ചവടമാരിയാണ് അല്ലെ? എന്താ, കിട്ടിയ റൂഹ് മുഴുവൻ കുഞ്ഞാപ്പാക്കാന്റെ റൂഹും അഹമ്മദാജിന്റെ റൂഹും ഇണ്ണിപ്പാത്തുവിന്റെ റൂഹൊക്കെ കൊട്ടിയിലിട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം പിടിച്ച റൂഹ് മുഴുവൻ കൊട്ടിയിലിട്ടിട്ട് മൂപ്പരിങ്ങനെ കയറി പോകുമ്പോ ഷെയ്ഖ് വിളിച്ചേ ആണ് കൊണ്ടാ, ഞമ്മളതിന് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോ അള്ളാന്റെ കൽപ്പന അവർ ലംഘിക്കൂലല്ലോ മലക്കുകള്. മലക്ക് പറഞ്ഞില്ല, ഇത് അള്ളാഹ് ഏൽപ്പിച്ച പണിയാണ്, ഞാൻ തരൂലെന്ന് പറഞ്ഞു. അതോടുകൂടെ ഒരു ഒറ്റ തട്ട കൊട്ടക്ക് അന്ന് പിടിച്ച മുഴുവൻ റൂഹും പാറിന്നാണ് കഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സങ്കല്പിച്ച് നോക്കാണ്. അഹമ്മദാജിന്റെ റൂഹ് മൂപ്പരടുത്തേക്ക് തിരിച്ചു ചെല്ലുന്ന രംഗം. മൂപ്പരെങ്ങനെ മറ്റേ ഇതിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക, എന്ത് ശവമഞ്ചത്തിലാക്കിയിട്ട്. പെട്ടെന്ന് റൂഹൻ തിരിച്ചു വന്നാൽ നീച്ചിരുന്നാല് അവിടെ നിന്നോന് പിന്നെ നല്ല ആൾക്ക് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. വേറൊരുത്തനെ ബാപ്പാന്റെ തലക്കുമ്പുറത്ത് കുട്ടികൾ കിടന്ന് കരയാ, അപ്പോഴാ റൂഹിന് തിരിച്ചു വരണേ അല്ലേ? അപ്പോഴാണ് റൂഹ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴോ എന്തിനാ മക്കളെ നിങ്ങൾ കരയണെന്നാ ചോദിക്കുക. മൂക്കിന്ന് പഞ്ഞെടുത്തിട്ടിട്ട് ബാപ്പ മക്കളോട് ചോദിക്കണ ചോദ്യം തയ്ക്കാറും അല്ലെ? ഈ നിലക്ക് നമ്മൾ ഈ വിഷയം വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ മൊനമ്പത്തെ ജാറത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പേരോട് വെച്ചു വെടി. എവിടെ? നാദാപുരത്ത്. പുതിയ മൊഹീദ്ദീൻ മാല ഞങ്ങളെ മാല അല്ല. അങ്ങനുണ്ട്, പുതിയ മൊഹീദ്ദീൻ മാല ഞങ്ങളെ മാല അല്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ നമ്മൾ അതിന് തെളിവ് കൊടുത്തു. എന്താ, ഇവരുടെ ഉസ്താദ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫതാവയിൽ ഇതിലൊരു കുഴപ്പവുമില്ല എന്ന് എഴുതി വെച്ചത്. നിങ്ങൾ ആ ഭാഗം ഹുസൈൻ സലഫി വിശദീകരിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ ഫതാവ എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം മൂപ്പരോടൊരു ചോദ്യം. പേരോട് ശരിക്ക് പഠിച്ചു വെച്ചോ. പേരോടിനെ അന്ധമായി താങ്ങി നടക്കുന്ന വല്ല കുട്ടികളുമുണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്ത് വെച്ചോ. എന്താ ഇതിൽ പറയുന്നത്? ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ല ഇയാൾ പറയണത്. ആശയം ശരിയാണ് ആര് പറയണത്? നെല്ലിക്കുത്ത് പറയണത്. കേട്ടോളി ചോദ്യം. ഇത് മൂപ്പരോട് ചോദ്യം ഉത്തരവാണ്. ചോദ്യം: മുഹീദ്ദീൻ മാലയിൽ വലിയ ഒരു ഖാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഖാദിമിന്റെ റൂഹ് ശൈഖ് അവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം. ഉത്തരം: ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മുഹീദ്ദീൻ മാലയില്ല. ഇതാരുടെയോ സൃഷ്ടിയാണ്, ഇതാരോ ഉണ്ടാക്കിയതാണ്. ശരി, അതിന് നമുക്കും തർക്കമല്ല. ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു, കൊല്ലവും പറഞ്ഞു. ഇതിൽ ആശയത്തിന് തകരാറുണ്ടോ? കേട്ടോളി.
ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, വിശ്വസനീയമായിട്ടൊന്നുമില്ല എന്നല്ലോ, അവിശ്വസനീയമായി ഒന്നുമില്ല. എന്താ അതിന് ഇത്ര കുഴപ്പം ഉപയോഗിക്കണം? കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പൊ പിന്നെ എന്തായി? മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആൾക്ക് എന്ത് ചെയ്യാം? മലക്കിനെ അടിച്ചിട്ട് അയാളെ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് റൂഹിന് പിടിക്കാലോ. അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ട് ഒന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യം പറയണ് ഏതോ തമിഴൻ, ഏതോ അണ്ണമച്ചി, ഏതോ കള്ളത്തരീക്കത്തുകാരൻ. നിങ്ങളെ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ കള്ളത്തരീക്കത്തുകാരൻ, തമിഴൻ. നിങ്ങൾ ഉസ്താദിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് മോശമായി പോയി പേരോടെ. സുഹൃത്തുക്കളെ, ഇതിങ്ങനെ തള്ളിയും കൊണ്ടിരിക്കുക, ഓരോ മാല ഇങ്ങനെ തള്ളുന്നു. ഇവിടെ സാധാരണക്കാര് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? സാധാരണക്കാര് ശ്രദ്ധിക്കേണ്ടത് പേരോട് ഇപ്പോൾ ആ മാല തള്ളി. മുമ്പ് പിന്നെ പൊന്മളക്കാരൻ മുസ്ലിയാരും നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരും ഇതുപോലത്തെ മുസ്ലിയാക്കന്മാരത് ന്യായീകരിച്ചു. ആ ന്യായീകരണം കേട്ട് അത് ഹക്കാണെന്ന് വിചാരിച്ച് അത് ഓതിയാലേ സുന്നിയാകൂ എന്ന് വിചാരിച്ചു മരിച്ചുപോയ പാവങ്ങൾ സഹോദര, ഈ പെരിന്തൽമണ്ണയിലും ഈ ചുറ്റുപാട് പ്രദേശങ്ങളിലും നമ്മൾ ഈ കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിച്ച് മരിച്ചുപോയവരില്ലേ? അവര് കാഫിറാണോ അതോ അവര് മുസ്ലിമാണോ അതോ അവര് കള്ളത്തൊരീക്കത്തുകാരാണോ അതോ അവർ നരകത്തിൽ പോയവരാണോ? പേരോടിഞ്ഞും തള്ളും അല്ലേ? പേരോടിനെ വലിയ ആളാക്കി കൊണ്ടുവരുന്ന നമ്മളോ? നമ്മളെ ആയുസ്സും അജലും കഴിഞ്ഞു പോകും. പേരോട് തള്ളിക്കൊണ്ടേയിരിക്കും. മുനമ്പം ജാറത്തിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് സുന്നി പ്രവർത്തകരെ മുഴുവൻ വിഡ്ഢിയാക്കി ഒരു കാലത്ത് അത് ന്യായീകരിച്ച് നടന്നവർ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അന്ന് അവർ പ്രാർത്ഥിച്ചതൊക്കെ അതിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കണ്ടേ? ഇതുപോലെ തന്നെയാണ് ഇപ്പൊ പുതിയ മൊഹീദ്ദീൻ മാലന്റെ അവസ്ഥ. എന്നിട്ടിപ്പോ മുസ്ലിയാക്കന്മാര് മാല മൊത്തം തള്ളുക. കണ്ടോളിങ്ങള്, മാല തള്ളേണ്ടി വരും നിങ്ങൾ. ഖുർആൻ കൊണ്ടുള്ള ഞങ്ങളുടെ ആക്രമണം വജാഹിദു ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തണമെന്ന. അത് ഖുർആൻ ഗ്രനേഡായി പൊട്ടിത്തെറിക്കലോ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ യാത്ര ചെയ്യുന്ന രാഷ്ട്രത്തലവന്റെ നെഞ്ചത്തേക്ക് അത് വലിച്ചെറിയലോ അല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് അതിന്റെ ആശയം എത്തിക്കലാണ്. ഞങ്ങൾ എത്തിച്ചപ്പോ നിങ്ങൾ തള്ളാൻ തുടങ്ങി. കൊട്ട തട്ടിയ കഥ നിങ്ങൾ തള്ളി അല്ലേ? ഇനി നിങ്ങൾ തള്ളേണ്ട കുറെ കഥ ഉണ്ട്. ഏതാ? മൊഹീദ്ദീൻ ഷേഖ് കുത്തിയിരിപ്പ്, റിഫായി ഷേഖ് കുത്തിയിരിപ്പ് നടത്തിയ കഥ. സമരം കൊണ്ടാ മൂപ്പര് തുടങ്ങിയത്. ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് 9-ാം മാസം അമ്മാന്റെ ഗർഭത്തിലിരുന്ന് മൂപ്പര് മുദ്രാവാക്യം വിളിച്ചു, ഞമ്മക്കും വേണം സ്വർഗം, ഞമ്മക്കും വേണം സ്വർഗം. അതെവിടെ ഉള്ളതെന്ന് വെച്ചാല് ഞമ്മക്കും വേണം സ്വർഗം എന്ന് മുദ്രാവാക്യം വിളിച്ചത് ഉണ്ടാവില്ല. നേരെ മറിച്ച് സ്വർഗത്തിന്റെ തീരാധാരം തരാതെ ഇറങ്ങിപ്പോകൂല എന്ന് അള്ളഹാനോട് വാശി പിടിച്ചു എന്നാണ്. അവസാനം എന്ത് ചെയ്തു? എന്നാ റിഫായിനെ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെന്ന് പോ എന്ന് പടച്ചോനും പറഞ്ഞു. അങ്ങനെ മൂപ്പര് ടാറ്റ ബൈ ബൈ ലോകത്ത് വന്ന് മൂപ്പര് യാത്ര തുടങ്ങി. കഥ പറയുമ്പോ അങ്ങനെയാണല്ലോ, ഹേമന്തങ്ങളും വസന്തങ്ങളും അങ്ങനെ കടന്നേ പോയി. ഒരു ദിവസം മൂപ്പര് ഇസ്മായിലാക്കാനെ കണ്ട്. ഇസ്മായിലാക്കാന്റെ തോട്ടത്തിൽ മൂപ്പരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ തോട്ടം കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് മൂപ്പർക്ക് തോന്നി. അപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു മാനസികാവസ്ഥ അല്ലെ? ഉടനെ അത് കച്ചവടടിച്ചു. എങ്ങനെ? മൂപ്പർക്ക് കിട്ടിയ സ്വർഗം മറിച്ചാണ് വിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവര് പഠിപ്പിക്കണം മൊഹീദ്ദീൻ ഷേഖ്. ഇത് മൊഹീദ്ദീൻ ഷേഖ് അല്ല, ഇത് നിങ്ങളെ മാലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ള ഷേഖാണ് അല്ലെ? ആ മൊഹീദ്ദീൻ ഷേഖിന് സ്വർഗം ദുനിയാവിലെ സ്വത്തുകൊണ്ട് ആണ്ട് സ്വർഗം കൊടുക്കുക അല്ലെ? വേറൊരു സമയത്ത് റിഫായി ഷേഖിന്റെ കഥയിൽ ഇനി നിങ്ങൾ നോക്കൂ, ആ യഥാർത്ഥ റിഫായി ഷേഖ് അല്ല നിങ്ങൾ പരിചയപ്പെടുത്തണം എന്നുള്ളതിന് വേറൊരു രേഖ. മൂപ്പര് മക്കത്ത് പോയി കാബൻ തവാഫിയ ചണ്ടൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ മുന്നം തുടി മുട്ടി കാബാനെ ചുറ്റുമ്പോ എന്ന് പറഞ്ഞു മാലയിൽ അത് ഈണത്തിൽ നമ്മുടെ ഉമ്മമാര് പാടുന്നു അല്ലെ? ഇതൊക്കെ പേരോട് തള്ളേണ്ടി വരും. അപ്പൊ മക്കാര് പറഞ്ഞ് ഇതിവിടെ പറ്റൂല, കാരണം ഓൾക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ, ഇയാൾക്കില്ലെങ്കിലും. ഉടനെ മൂപ്പരെന്ത് ചെയ്ത് ഈ ദുടി അവിടെ തൂക്കിയിട്ടിട്ട് മൂപ്പര് കാലുമ്മക്കാലേറ്റിയിട്ട് ഈ കാബിനോട് പറഞ്ഞു, എന്നാ റെഡി നമ്മളെ ചുറ്റിക്കോ. ഉടനെ കാബണ്ട് എണീറ്റിട്ട് ചുറ്റാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ അള്ളാഹ് ശ്രദ്ധിച്ചിട്ടില്ലത്. പടച്ചോൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഓർ നോട്ട് റെസ്പോണ്ടിങ്. മനസ്സിലായോ? പെട്ടെന്ന് പടച്ചോത് ശ്രദ്ധിച്ചപ്പോ ഒലിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. അള്ളാഹ് റിഫായി ശൈഖൻ ഇങ്ങോട്ട് ഇസ്തിഗാസ നടത്തി എന്നാണ്. ഒന്ന് സഹകരിക്ക് റിഫായിനെ എന്ന് പടച്ചോൻ പറഞ്ഞു എന്നാണ് അല്ലെ? ഈ ജാതി കഥകൾ ഇനിയും നിങ്ങൾ തള്ളേണ്ടി വരും അല്ലെ? എന്നിട്ട് ഇപ്പൊ മൂപ്പരൊരു അതിർത്തിയുടെ അലവി സഖാഫി എന്താ
പൂർവികരായി എഴുതി ഉണ്ടാക്കിയ മാലകൾ അത് മാത്രമേ അംഗീകരിക്കുള്ളൂ, അല്ലാത്ത തങ്ങൾ എഴുതിയതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. ആ ഭാഗം അദ്ദേഹം പറയുന്നത് ഞാൻ പ്രത്യേകം ആവർത്തിച്ച് കേൾപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അതുകൂടെ കണ്ടോളൂ. പൂർവികരായി നമുക്ക് അറിയാം, നമ്മുടെ ഒക്കെ പഴയ കാലത്ത് മുതൽ തന്നെ നിലവിലുള്ളതും പൂർവകാല മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗലിദുകൾ നമുക്കറിയാം. മഖൂസ് മൗലിദ്, ഷറഫുല്ലന മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ്, സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, മുഹയ്യദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, നഫീസത്ത് ബീവി മൗലിദ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മൗലിദുകൾ പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന മൗലിദുകളുണ്ട്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല, നഫീസത്ത് മാല, ഇത്തരം മാലകൾ ഇതൊക്കെ സുന്നികൾ പാരായണം ചെയ്യുന്നതും ഉരുവിടുന്നതുമാണ്. അതേ അവസരത്തിൽ അതൊന്നും അല്ലാത്ത ഓരോരോ ഖുദ്ദൂസുൽ മാല, മറ്റേ തങ്ങളുടെ മാല, ഈ തങ്ങളുടെ മാല, ഏത് തങ്ങൾ ഏത് ഖുദ്ദൂസുൽ ആലം നമുക്ക് വല്ല പരിചയമുണ്ടോ? അതേ അവസരത്തിൽ അതൊന്നും അല്ലാത്ത ഓരോരോ ഖുദ്ദൂസുൽ മാല, മറ്റേ തങ്ങളുടെ മാല, ഈ തങ്ങളുടെ മാല, ഏത് തങ്ങൾ ഏത് ഖുദ്ദൂസുൽ ആലം നമുക്ക് വല്ല പരിചയമുണ്ടോ? അങ്ങനെ ഓരോരുത്തരെ മാല അച്ചടിച്ച് വിട്ടിട്ട് അതിൽ അവർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ മാലയായിട്ട് അച്ചടിച്ചു വിടും. അങ്ങനെ ഓരോരുത്തരെ മാല അച്ചടിച്ച് വിട്ടിട്ട് അതിൽ അവർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ മാലയായിട്ട് അച്ചടിച്ചു വിടും. അതേ അവസരത്തിൽ അതൊന്നും അല്ലാത്ത ഓരോരോ ഖുദ്ദൂസുൽ ആലമിന്റെ മാല, മറ്റേ തങ്ങളുടെ മാല, ഈ തങ്ങളുടെ മാല, ഏത് തങ്ങൾ ഏത് ഖുദ്ദൂസുൽ ആലം നമുക്ക് വല്ല പരിചയമുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, റിഫായി ശേഖിന്റെ മാല അങ്ങനെ കുറച്ചു മാലയെ മൂപ്പര് അംഗീകരിക്കുള്ളൂ എന്നാണ്. ബാക്കി ഏതൊക്കെയോ തങ്ങന്മാർ എഴുതിയതാന്നാണ്, പൂർവികരായിട്ട് എഴുതിയത്. ഏതായി പൂർവികർ? ഏറ്റവും പഴക്കമുള്ള മാല മൊഹീദ്ദീൻ മാല എന്നാണ്. അതിനെ 400 കൊല്ലത്തെ പഴക്കുള്ളൂ അല്ലെ. 400ാം വാർഷികം ആഘോഷിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് എത്തണമെങ്കിൽ പിന്നെ 1000 കൊല്ലം കത്തണം. വേണ്ടേ? അപ്പൊ അതാണ് പൂർവികര കോലം. ഇനി ഏതെങ്കിലുമൊക്കെ തങ്ങൾ എഴുതിയെന്നല്ല, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഏത് തങ്ങൾ എഴുതിയതാണ് ഓരോ മാലയും. CM വലിയുള്ളാന്റെ മാല ആരെഴുതിയതാ? 300 കൊല്ലം മുമ്പ് എഴുതിയതാ തന്നെ? അല്ലെങ്കിൽ ഈ ബീരാനൊലിയപ്പാപ്പാന്റെ മാല ആരെഴുതിയതാ? 300 കൊല്ലം മുമ്പ് എഴുതിയതാ? അല്ലല്ലോ. ഇവര് തന്നെ എഴുതുക. മുജാഹിദുകളുടെ ആദർശ ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി നേരത്തെ പത്തപ്പെരിയം പറഞ്ഞതുപോലെ 19ാമത്തെ വളവ് ചെരുപ്പൂര, തുണി മടക്കി കുത്തുക, മണ്ടുക, അതപ്പ അടക്കണേ. ഏത് സർവം തള്ളാണ് മുസ്ലിയാക്കന്മാര്. ഇത് ചൊല്ലി നടന്ന പാവങ്ങളോ? നിങ്ങൾ നോക്കി, CM വലിയുള്ളതിന്റെ ഒരു കറാമത്ത് പറഞ്ഞിട്ട് അതെവിടെ ഉള്ളത് എന്നാണ്. അത് റിഫായി മാലിയിൽ ഉണ്ട് എന്നല്ല, വൈലത്തൂര തങ്ങൾ എഴുതിയത് അല്ലേ? ഏതെങ്കിലും തങ്ങളല്ല, നിങ്ങളെ സ്വന്തം ആൾക്കാർ എഴുതിയത് ഈ മാലയൊക്കെ. എന്നിട്ട് അവസാനം അത് മുജാഹിദുകളുടെ നേരെ വെച്ച് കെട്ടുന്ന ഏർപ്പാടാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. സുഹൃത്തുക്കളെ, ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കരിമ്പാറിന്റെ ഉള്ളില് അതാ ആ വെള്ളമുള്ളതും ആ മാത്രമല്ല വൈരക്കല്ലുള്ളതും കാണാനുള്ള കഴിവ് പോലെ ഇതുപോലെ 100 കണക്കിൽ കറാമത്തുകൾ നമുക്ക് ഓർമ്മയിലുള്ളത് ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ എഴുതിയ ആ ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്മായിൽ ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം. ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ എഴുതിയ ആ ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്മായിൽ ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം. ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ എഴുതിയ ആ ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്മായിൽ ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം. അപ്പൊ ഇവരൊക്കെയാണ് ഇത് എഴുതുന്നത്, ഏതെങ്കിലും ആളല്ല, ഞങ്ങൾ ഔദ്യോഗിക ആളുകൾ. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സിദ്ദീഖ് മൗലൂദിലൊരു കഥയും ഈയിടെ ഇവർ തള്ളി. പേരോട് നാദാപുരത്ത് തള്ളി. നാദാപുരം 4 റൗണ്ട് നടക്കുമ്പോഴേക്കും മാലങ്ങൾ കത്തിക്കേണ്ടി വേണ്ടി വരും ഇല്ലേ? എന്താ ലാക്കണ്ണ ഇല്ലല്ലാ എന്നുള്ള പേരിൽ നിങ്ങൾ ചൊല്ലുന്ന വാചകം ആദ്യം നിങ്ങളത് ന്യായീകരിച്ചു. പിന്നെയോ അതിനുശേഷം മാഹിയിൽ വെച്ച് അതെഴുതിയ KVM ബന്താവൂരിനെ മാനസിക രോഗിയാക്കി. അന്ന് ഞങ്ങൾ ചോദിച്ച്, കുറച്ചെങ്കിലൊക്കെ ഉള്ളവൻ അവിടെ നിൽക്കൂലല്ലോ, അതുകൊണ്ടാ അതെ പൊതുവെ ഞങ്ങൾ ഔലിയാക്കളാകാനുള്ള ഒരു ദർജ കിട്ടിയെന്നല്ലാതെ എന്താ പതിലുള്ളത് എന്ന് ചോദിച്ച് ഞങ്ങൾ വിശദീകരിച്ചപ്പോ പേരോട് അവസാനം എന്ത് ചെയ്തു? അത് ഇവിടെ വന്നപ്പോ, നാദാപുരത്ത് വന്നപ്പോ ലാക്കണ്ണ ഇല്ലല്ലാ എന്നുള്ള ദിക്ർ തെറ്റല്ല എന്ന് പറയേണ്ടി വന്ന്. പ്രസന്റ് സ്റ്റാറ്റസ് തെറ്റല്ല എന്നാണ്, എപ്പോഴും തെറ്റാകാം. സിദ്ദീഖ് മൗലൂദിൽ അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന ഭാഗം ശിഷ്യൻ ന്യായീകരിക്കുന്നു ഹദീസൊക്കെ ഓതിയിട്ട്. ഭയങ്കര ന്യായീകരണം. അപ്പൊ പേരോടിന്റെ ചോദ്യം, ഔദ്യോഗികമായി ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞോ? അപ്പൊ സക്കാഫിയുടെ കൂട്ടത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് ഔദ്യോഗിക സക്കാഫികൾ, 2 ഔദ്യോഗികമല്ലാത്ത സക്കാഫികൾ അല്ലേ? നിങ്ങൾ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നാലേ
എന്നിട്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. വേറെ ചില തള്ള അപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കുക, വൈലത്തൂരത്തങ്ങൾ ഉണ്ടാക്കുക, ഇസ്മായിൽ ഉസ്താദ് ഉണ്ടാക്കുക. എന്നിട്ടോ CH സൺസിലാണത് പ്രസിദ്ധീകരിച്ചത്. എവിടെ? തിരുരങ്ങാടി വഹാബികളതിലാണ്. AP അബ്ദുൽ ഖാദർ മൗലവി എന്റെ മാനേജർ തന്നെ. ഇനി ഇസ്ലാമിന്റെ പേരിൽ ഇവര് കാട്ടിക്കൂട്ടുന്ന കാര്യം മുഴുവൻ ഒരാള് പറയാ അതൊക്കെ മുസ്ലിങ്ങളതാണ്. പറ്റുമോ എങ്കിൽ ആ ഒരു ബന്ധമേ ആ വിഷയത്തിലുള്ള. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു വാചകം പറയാണ്ട്. മുസ്ലിയാക്കന്മാർക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബാധ്യത പഠനമാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ കിതാബ് സൂറത്തു മുൽക്കിൽ പറഞ്ഞൊരു വരിയുണ്ട്. അവർക്ക് ഓരോ സംഘങ്ങളും വരുമ്പോ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ, നരകത്തിന്റെ കാവൽക്കാര് നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ആളുകളോട് ചോദിക്കുന്നു, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ മനുഷ്യരെ എന്ന് ചോദിക്കുമ്പോ ഖാലൂ ബലാ, ഇതേ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നിരുന്നു, പക്ഷേ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈ, അല്ലാഹ് ഞങ്ങൾക്ക് നിങ്ങൾ മുഖാന്തിരം ഒന്നും ഇറക്കി തന്നിട്ടില്ല എന്ന് ഞങ്ങൾ നിഷേധിച്ചു എന്നവർ പറയുന്നു. എന്നിട്ടോ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങളെങ്ങാനും ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് അന്ന് പറയേണ്ട ഗതികേട് പ്രിയപ്പെട്ടവരെ ആർക്കും ഉണ്ടാകരുത്. ഇത് മുസ്ലിയാക്കന്മാർക്ക് തള്ളാം, സ്റ്റേജിന്റെ മുന്നിൽ ഒരുക്കിയ ആളുകൾക്ക് തക്ബീറും ചൊല്ലാം. പക്ഷേ ഇതൊക്കെ ചൊല്ലി മരിച്ചുപോയവരില്ലേ? ഈ മാലകൾ മുഴുവൻ ചൊല്ലി മരിച്ചുപോയവരില്ലേ? ഈ വിശ്വാസത്തിൽ മരിച്ചുപോയവരില്ലേ? അവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്നറിയുമോ? അതും ഖുർആൻ പറഞ്ഞു, ലഖദ് അളല്ലനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളെ വഴിതെറ്റിച്ചത് ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളുടെ ഉന്നതരുമാണ് റബ്ബേ എന്നവർ നാളെ പരലോകത്ത് പറയും. ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എന്നവർ പറയും. എന്നിട്ട് നരകത്തിലേക്ക് കയ്യാമം വെക്കപ്പെട്ട് മലക്കിന്റെ ചാട്ടവാറടികൾക്ക് പിന്നിൽ ആ നരകത്തിന്റെ ഭീകര ശബ്ദം കേട്ട് നരകത്തിന്റെ ആടികളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവരല്ലാഹുവോട് തിരിഞ്ഞു നിന്ന് ആവശ്യപ്പെടുന്ന ഒരാവശ്യം കൂടെയുണ്ട്. അതുകൂടെ കേട്ടോ. അതിൽ പെടാതിരിക്കണമെങ്കിൽ ചിന്തിച്ചോ. എന്താണെന്നറിയോ അവരുടെ ആവശ്യം? റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, വഴിതെറ്റിച്ചത് ഇവരാണ് റബ്ബേ, ഇവർക്ക് നീ ഇരട്ടിക്കരട്ടി കൊടുക്കുന്നതാ റബ്ബേ. വലഇനുഹും ലഅനൻ കബീറാ, വലഇനുഹും ലഅനൻ കബീറാ, അവരെ നീ നന്നായി ശപിക്കണം റബ്ബേ. സുഹൃത്തെ, എങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. മരിക്കാൻ കിടക്കുമ്പോ ഒരു നിസ്സഹായ അവസ്ഥ നമുക്ക് വരാനുണ്ട്. അത് ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചുകുട്ടി ഒരു പട്ടമുണ്ടാക്കി, ആ പട്ടം ആകാശത്തേക്ക് പറത്തി. തന്റെ കുഞ്ഞു കൈകൾ കൊണ്ടുണ്ടാക്കിയ പട്ടത്തിന്റെ നൂല് ആകാശത്തിന്റെ ഉന്നതങ്ങളിൽ പട്ടമെത്തുമ്പോ അത് പൊട്ടിപ്പോകുമ്പോ ആ നൂല് താഴേക്ക് വരുമ്പോ ആ കുഞ്ഞു കൈകൾ കൊണ്ടുണ്ടാക്കിയ പട്ടം അത് ആകാശത്തേക്ക് പൊങ്ങുമ്പോ എന്തെല്ലാം സുന്ദരമായ വർണ്ണരാജികൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ പൂത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നൂല് പൊട്ടി താഴേക്ക് വന്ന് സ്വന്തം പട്ടം നഷ്ടപ്പെടുമ്പോ ആ കുട്ടിക്കുണ്ടാകുന്ന നിസ്സഹായത അതങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഉമ്മാന്റെ കോന്തലക്കൽ പിടിച്ചു കരയുന്ന ഒരു കുട്ടിയെക്കാളും നിസ്സഹായമായി കരയേണ്ട, സങ്കടപ്പെടേണ്ട രംഗമുണ്ട്. മലക്കുൽ മൗത്ത് വരുന്ന രംഗം ഏതോ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നടുറോട്ടിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാനോടുകൂടെയുള്ള മരണം തരട്ടെ. സുഹൃത്തുക്കളെ, ഈ നസീഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നേരം സംസാരിച്ചത്. സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്നതാണ് വിഷയം. ചില കാര്യങ്ങൾ പറയുമ്പോ ശക്തമായ ഭാഷയിൽ പറയേണ്ടി വരും. ആ നിലക്ക് പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മളെ സംസാരം കൊണ്ട് ആർക്കും ഒരു സത്യം ബോധ്യപ്പെടാതിരുന്നു കൂടല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ് നാഥൻ. അവന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് മരിക്കാനുള്ള തൗഫീഖിനെ നാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും പാർട്ടിയിൽ അവൻ നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. ها خيبار قد خربت وها الناظر دحرت، ها خيبار قد خربت
وها الناظر اندحرت بقوة الإسلام والسيف والسهام، بقوة الإسلام والسيف والسهام، بقوة الإسلام وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد، وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد.